മന്നം ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേദിയിൽ ഇടം നൽകാതെ NSSന്റെ സമദൂര നിലപാട് പ്രഖ്യാപനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് ആണ് ഉണ്ടാവുകയെന്നും ശബരിമലയിൽ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. മന്നം ജയന്തി സമ്മേളനത്തിൽ മുമ്പ് മുഖ്യാതിഥിയായി പങ്കെടുത്തവർക്ക് മന്നം എന്നുപോലും പറയാൻ അറിയില്ലായിരുന്നുവെന്നും G. സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഈ വർഷം മന്നം ജയന്തി സമ്മേളനത്തിൽ NSS സ്വീകരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നതിനാൽ സമദൂരം വെടിയുമോ എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ ഉറ്റുനോക്കിയത്. എന്നാൽ രാഷ്ട്രീയ നേതാക്കളെ മുഖ്യാതിഥിയാക്കാതെയാണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം. NSS രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്നും മുൻപ് അതിഥിയാക്കിയവർക്ക് മന്നം എന്ന് പറയാൻ പോലും അറിയില്ലായിരുന്നുവെന്നും G. സുകുമാരൻ നായർ. പക്ഷേ ഈ യോഗം ഒരു രാഷ്ട്രീയ യോഗമല്ല. സ്ഥാനമാനങ്ങൾ നോക്കി ഓരോ കാലത്തും ഉള്ളതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ, പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം എന്നാണ്. രാഷ്ട്രീയ നിലപാടും സുകുമാരൻ നായർ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂരം തന്നെ തുടരും. ശബരിമലയിൽ മാത്രമാണ് ശരിദൂരം. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സമദൂരം തന്നെയാണ്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് ആണ് ഇത്തവണ മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മന്ത്രി KB ഗണേഷ് കുമാർ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും മന്നം ജയന്തി സമ്മേളനത്തിനെത്തി. സ്വർണ്ണക്കൊള്ള വിവാദം ആളിക്കത്തി നിൽക്കുമ്പോഴും സർക്കാരിനെ വിമർശിക്കാൻ സുകുമാരൻ നായരും NSSും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.